സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി, അധ്യായം 2. മാർക്കറ്റിൽ പോയിട്ട് വലിയ ഒരു വറ്റമീനും വാങ്ങിയാണ് എൽദോസ് വന്നത്. 3 കിലോയിൽ കൂടുതലുണ്ട്. 900 വേണമെന്ന് അവൻ പറഞ്ഞു. ഒടുവിൽ 800 തന്നു. നഷ്ടമില്ല, നല്ല പച്ച മീന. അയാൾ നീട്ടിയ പ്ലാസ്റ്റിക് കിറ്റ് മാർഗരറ്റ് ഒന്നും പറയാതെ വാങ്ങി. അപ്പോഴാണ് അവരുടെ മുഖം അയാൾ ശ്രദ്ധിച്ചത്. മ്ലാനമായിരിക്കുന്നു. എന്നാ പറ്റിയടി? വാ പറയാം. മീനുമായി അവൾ വർക്ക് ഏരിയയിലേക്ക് പോയി. എൽദോസ് പിന്നാലെ ചെന്നു. ജെനിയും ബേബിയും കൂടെ ഇന്നു വരും. എന്താ കാര്യമെന്നറിയാമോ? പേടിച്ചിട്ടാ. മാർബിൾ ടേബിളിന്മേൽ മീൻ വെച്ചിട്ട് മാർഗരറ്റ് തിരിഞ്ഞു നോക്കി. പേടിച്ചിട്ടോ? എൽദോസിനൊന്നും മനസ്സിലായില്ല. അതെ, ക്രിസ്റ്റിയെക്കുറിച്ച് ജെനി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ അവർ അയാളെ അറിയിച്ചു. അയ്യോ, അത് പ്രശ്നമാകുമല്ലോ. അവൾ എങ്ങനെ വിശ്വസിച്ച് ആ വീട്ടിൽ കഴിയും? അയാൾ പകച്ചു നോക്കി. അതാ അവളിങ്ങ് പോരുന്നേ. കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴാ അവൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ. അവളിവിടെ വന്നു നിൽക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എത്ര നാളെന്ന് വിചാരിച്ചാ? അവിടെ ആരും നോക്കാനില്ലേൽ കൃഷിയെല്ലാം നശിച്ചു പോകത്തില്ലേ? അയാൾ ചോദിച്ചു. ഓർത്തിട്ട് എനിക്കൊരു മനസ്സമാധാനവുമില്ല പപ്പ. എൽദോസ് സ്റ്റൂൾ നീക്കിയിട്ട് തളർച്ചയോടെ ഇരുന്നു. അതുമാത്രമോ, ബലാത്സംഗം ചെയ്തതിന് ജീവപര്യന്തം ശിക്ഷിച്ച ഒരനിയനുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ ബോബിക്ക് അവിടെ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആലോചിച്ച് എത്രയും വേഗം ഒരു തീരുമാനമെടുക്കണം. എൽദോസ് അല്പനേരം ഒന്നും മിണ്ടാതെ ഇരുന്നു. നൈറ്റിയുടെ പുറത്ത് മാർഗരറ്റ് ഒരു ഏപ്രൺ എടുത്തു കെട്ടി. മീൻ കറിയാക്കിയിട്ട് വേണം പപ്പായ്ക്ക് ചോറ് കൊടുക്കാൻ. തേങ്ങ അരച്ച് ടൊമാറ്റോയും ഇട്ട് മീൻ കറി വെച്ചാൽ എൽദോസിന് ചോറുണ്ണാൻ വേറൊന്നും വേണ്ട. കുറച്ച് മീൻ കഷ്ണം മസാല പുരട്ടി ഫ്രീസറിൽ വെക്കണം. ആവശ്യത്തിന് എടുത്ത് പൊരിക്കാം. മീൻ പൊരിച്ചത് ബോബിക്ക് വലിയ ഇഷ്ടവുമാണ്. അവിടെ 10-17 ഏക്കർ ഉണ്ടെന്നല്ലയോ ബോബി ഒരിക്കൽ പറഞ്ഞത്? പെട്ടെന്ന് എൽദോസ് ചോദിച്ചു. അങ്ങനെ ഏതാണ്ടാ പറഞ്ഞേ, എനിക്ക് ഓർമ്മ വരുന്നില്ല. മാർഗരറ്റ് മീൻ കത്തിയെടുത്ത് മൂർച്ച നോക്കി. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ മാഗി. കിട്ടുന്ന വിലയ്ക്ക് അവരത് വിറ്റിട്ട് ഇങ്ങ് പോരട്ടെ. കൃഷിയൊക്കെ നഷ്ടമാണെന്നല്ലയോ അവൻ പറയുന്നത്? 2 പേർക്കും ഇവിടെ താമസിക്കാമല്ലോ. കൊക്കിലൊതുങ്ങുന്ന വിലയ്ക്ക് ഒരു ഹൗസ് ബോട്ട് കിട്ടിയ ബോബിക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ ടൂറിസത്തിന് നല്ല വരുമാനവും കിട്ടും. ആ സ്ഥലം അനിയൻ ചെറുക്കൻ്റെ പേരിൽ കൂടെ ആണേലോ? മാർഗരറ്റ് സംശയം പ്രകടിപ്പിച്ചു. അപ്പൻ ആ സ്ഥലം മേടിച്ചതെങ്കിൽ 2 പേർക്കും അവകാശം കാണും. ബോബി വരട്ടെ, നമുക്ക് ചോദിക്കാം. എൽദോസ് മെല്ലെ എഴുന്നേറ്റു. മുൻവശത്തേക്ക് ചെന്നു. റോഡിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നു. കടലിൽ നിന്ന് കയറി വന്ന ഒരു കാറ്റ് അയാളെ തഴുകിയിട്ട് കടന്നുപോയി. പക്ഷേ അയാൾക്ക് ഒരു ആശ്വാസവും കിട്ടിയില്ല. വീട്ടുമുറ്റത്തേക്ക് ബോബിയുടെ ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ജെനി കേട്ടു. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറോളം എടുത്തു ബേബി ചായൻ. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് മുൻവശത്തെ മുറിയിലേക്ക് ചെന്ന് കാതുറതു. അവൻ പോയിട്ടില്ല. 2 പേരുടെയും സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമല്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർ ബെൽ മുഴങ്ങി. ജെനി, ബോബിയുടെ വിളിയും വന്നു. അവൾ വാതിൽ തുറന്നു. വരാന്തയിൽ ബോബിയും പിന്നിൽ ക്രിസ്റ്റിയും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ക്രിസ്റ്റിയെ ജെനി, നിനക്കിവനെ മനസ്സിലായില്ലായിരുന്നു അല്ലേ? വിളറിയ മുഖത്തോടെ ബോബി പറഞ്ഞു. അവൾ മിണ്ടിയില്ല. കേറി വാടാ. ബോബി അവനെ ക്ഷണിച്ചു. അയാളുടെ പിന്നാലെ ക്രിസ്റ്റി സ്വീകരണ മുറിയിലേക്ക് കയറി. ഗൗരവഭാവത്തിലായിരുന്നു അവൻ. നീ വല്ലതും കഴിച്ചതാണോ? ബോബി തിരക്കി. എനിക്കൊന്നും വേണ്ട, അവൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമല്ലേ? ഇതാ എൻ്റെ വൈഫ് ജെനി. ആലപ്പുഴയെ വീട്. 1 കൊല്ലം മുമ്പായിരുന്നു മാരേജ്. വഞ്ചിച്ച ഭാര്യയെ വെട്ടിക്കൊന്ന ഒരാൾ എൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നു. ആ സ്ത്രീ ആലപ്പുഴക്കാരിയായിരുന്നു. പുച്ഛത്തോടെയാണ് അവൻ പറഞ്ഞത്. അർത്ഥം വെച്ചാണ് അവൻ പറഞ്ഞതെന്ന് ജെനിക്ക് മനസ്സിലായി. ആലപ്പുഴയിലെ സ്ത്രീകൾ അത്ര മോശക്കാരാണെന്നല്ലേ അവൻ പറഞ്ഞത്? കോപത്തോടെ അവൾ അവനെ ഒന്ന് നോക്കി. ഏതാ എൻ്റെ മുറി? അവൻ അധികാരഭാവത്തിൽ ചോദിച്ചു. മുകളിലാ, നീ വാ. ജെനിയെ അവഗണിച്ച് ബോബിയുടെ പിന്നാലെ കോണിപ്പടികൾ കയറി അവൻ മുകളിലേക്ക് പോയി. ഇന്ന് തന്നെ ആലപ്പുഴയ്ക്ക് പോയാലോ? ജെനി ക്ലോക്കിൽ നോക്കി. 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. വല്ലതും കഴിച്ചിട്ട് ഉടൻ പുറപ്പെട്ടാൽ 8 മണിക്ക് മുമ്പ് വീട്ടിലെത്താം. അരമണിക്കൂറിലേറെ കഴിഞ്ഞിട്ടാണ് ബോബി താഴേക്ക് വന്നത്. അവന് വിശപ്പില്ലെന്ന്. നീ ചോറെടുത്ത് വെക്ക്. അയാൾ കൈ കഴുകിയിട്ട് വന്നപ്പോഴേക്ക് അവൾ ഊണുമേശയിൽ ചോറും കറികളും എടുത്തു വെച്ചു. നമുക്കിപ്പോൾ തന്നെ പോയാലോ ബോബിച്ചായ?
അയാൾ കഴിക്കാനിരുന്നപ്പോൾ അവൾ ചോദിച്ചു, എവിടെ? നമ്മൾ ഇന്നലെ തീരുമാനിച്ചതൊക്കെ മറന്നോ? ആലപ്പുഴയ്ക്ക്. ക്രിസ്റ്റി വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് മര്യാദയാണോ ജെനി? നിസ്സഹായതയോടെ ബോബി അവളെ നോക്കി. അവനിവിടെയുള്ള ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോണം. അവൾ വാശി പിടിച്ചു. സ്വതവേ തുടുത്ത നിറമുള്ള അവളുടെ മുഖം ദേഷ്യം കൊണ്ട് അല്പം കൂടി ചുവന്നു. ഇന്നെന്തായാലും നമ്മൾ പോകുന്നില്ല. ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അത് ശരിയായില്ലെങ്കിൽ നാളെ പോകാം. ചോറിലേക്ക് ബോബി കാച്ചിയ മോരൊഴിച്ചു. എന്ത് വഴി? ഞാൻ ആന്റണിയെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വിചാരിച്ചാൽ ക്രിസ്റ്റിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി കൊടുക്കാൻ പറ്റും. മേട്ടുപാളയത്തും കൊടൈക്കനാലിലുമൊക്കെ അവന് നല്ല പിടിപാടുണ്ട്. അവിടെ ഏതെങ്കിലും കടയിലോ ഹോട്ടലിലോ. അക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ രാവിലെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയേ. പക്ഷേ ആന്റണി ബിസിയായിരുന്നു. ബോബി പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണെന്ന് ജെനിക്ക് തോന്നി. ആലപ്പുഴയിൽ പോയി താമസിക്കാൻ അവൾക്ക് വിരോധമില്ലെങ്കിലും വട്ടവടിയായിരുന്നു അവൾക്കിഷ്ടം. ഈ മഞ്ഞും തണുപ്പും മലകളും. എന്നാൽ പിന്നെ ബോബിച്ചായൻ ചെന്ന് ആന്റണിയെ ഒന്ന് കാണ്, അവൾ പറഞ്ഞു. 6 മണി കഴിയും അവൻ വീട്ടിലെത്താൻ. അത് കഴിഞ്ഞു പോയാൽ മതി. അപ്പോഴാണ് ജെനി വേറൊരു കാര്യം ഓർത്തത്. ബോബിച്ചായൻ പോയാൽ പിന്നെ ക്രിസ്റ്റിയും അവളും മാത്രമേ ഇവിടെ കാണൂ. ക്രിസ്റ്റിയെ കൂടെ ഞാൻ കൊണ്ടുപോകാം. അവളുടെ ചിന്ത മനസ്സിലാക്കിയതുപോലെ പെട്ടെന്ന് ബോബി പറഞ്ഞു. സന്ധ്യയായിട്ടും അവൻ താഴേക്കിറങ്ങി വന്നില്ല. ബോബി മുകളിലേക്ക് കയറി ചെന്നു. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നിട്ടും മുറിയിൽ നിന്നിറങ്ങി ക്രിസ്റ്റി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴ്വാരം കാണുകയായിരുന്നു. നമുക്ക് വെളിയിലേക്കൊന്ന് പോയിട്ട് വരാം, ബോബി ചോദിച്ചു. ക്രിസ്റ്റി ഒന്നും പറയാതെ അയാളോടൊപ്പം ചെന്നു. ജീപ്പിൽ ഫ്രണ്ട് സീറ്റിലാണ് അവൻ ബോബിയോടൊപ്പം ഇരുന്നത്. ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നേ, ജീപ്പ് എടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. അങ്ങോട്ട് ഞാൻ വരുന്നില്ല. എന്നെ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ കാണും, അവൻ പറഞ്ഞു. അതായിരിക്കും നല്ലതെന്ന് ബോബിക്കും തോന്നി. ഇവനെ ഇരുത്തിക്കൊണ്ട് ആന്റണിയോട് ജോലിക്കാര്യം പറയണ്ട. മാർക്കറ്റിലെത്തിയപ്പോൾ അയാൾ ജീപ്പ് നിർത്തി. ക്രിസ്റ്റി അവിടെ ഇറങ്ങി. റോഡിലേക്ക് ഇരുട്ട് ചേക്കേറി കഴിഞ്ഞിരുന്നു. സ്വെറ്ററും ഷാളും മങ്കി ക്യാപ്പും ഒക്കെ ധരിച്ച് പണിക്കാരായ തമിഴന്മാർ നടന്നു പോകുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ബോബി കണ്ടു. താഴേക്ക് 1 കിലോമീറ്റർ പോകണമായിരുന്നു ആന്റണിയുടെ വീട്ടിലേക്ക്. വട്ടവടിയിലെ വലിയ വീടുകളിൽ ഒന്നായിരുന്നു അത്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ സലോമിയാണ് വാതിൽ തുറന്നത്. ബോബിയെ കണ്ട് അവളുടെ മുഖം പ്രസന്നമായി. കറുകറുത്ത കണ്ണുകൾ കൊണ്ട് അവൾ അയാളുടെ കവിളുകളിലും ചുണ്ടുകളിലും തഴുകി. നമ്മളെയൊക്കെ മറന്നോ? സ്വരം താഴ്ത്തി അല്പം ഒരു പരിഭവത്തോടെ അവൾ ചോദിച്ചു. ആന്റണി വന്നില്ലേ? സംശയത്തോടെ അയാൾ ചോദിച്ചു. കേറി വാ, അവൾ ക്ഷണിച്ചു. പൈജാമയും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. തണുപ്പ് കാരണം ടോപ്പിന് മീതെ അവൾ നീല നിറത്തിലുള്ള സ്വെറ്റർ ധരിച്ചിരുന്നു. സ്വെറ്ററിനും അവളുടെ മാറിടങ്ങളുടെ മുഴുപ്പ് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ബോബിയെ നോക്കി ഗൂഢമായി ഒന്ന് ചിരിച്ചിട്ട് അവൾ അകത്തെ മുറിയിലേക്ക് പോയി. ഉടൻ തന്നെ ആൻ്റപ്പൻ വന്നു. കറുത്ത് അല്പം തടിച്ച ശരീരമാണ് ആന്റണിയുടേത്. ബോബിയേക്കാൾ 4-5 വയസ്സ് പ്രായക്കൂടുതലുമുണ്ട്. തലയിലെ മുടി പൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ലേശം കുടവയറുമുണ്ട്. അല്ല ബോബിയോ, താൻ വന്നത് നന്നായി. കുറച്ച് ബക്കാടെ ഇരിപ്പുണ്ട്. ഒരു കമ്പനി ഇല്ലാത്തത് കൊണ്ട് ഞാനത് എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. ആന്റണിക്ക് സന്തോഷമായി. ഇടയ്ക്കൊക്കെ ബോബി വരാറുണ്ട്, അയാളോടൊപ്പം കൂടാറുമുണ്ട്. കഴിക്കാനിരുന്നാൽ ഇവിടുന്ന് ഇറങ്ങാൻ വൈകുമെന്ന് ബോബിക്കറിയാമായിരുന്നു. പക്ഷേ ആൻ്റപ്പനെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. അയാളുടെ സഹായം തേടി വന്നതല്ലേ. സലോമിയാണ് കുപ്പിയും ഗ്ലാസുകളും കൊണ്ടുവന്നത്. ഉരുളക്കിഴങ്ങ് ചിപ്സും. ആന്റണി 2 ഗ്ലാസുകളിൽ ബക്കാടി പകർന്നു. സോഡയും ഒഴിച്ചു. ആദ്യത്തെ ലാർജ് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്റ്റിയുടെ കാര്യം ബോബി അവതരിപ്പിച്ചത്. എനിക്കൊരനിയനുണ്ടടാ ക്രിസ്റ്റി. അവൻ 7-8 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. പല പണിയും ചെയ്ത് ഒടുവിൽ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. തനിക്കൊരു അനിയനുണ്ടെന്ന് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. ആന്റണി അത്ഭുതപ്പെട്ടു. അവൻ എൻ്റെ കൂടെ നിന്നേ ശരിയാകത്തില്ല. എന്തെങ്കിലും ഒരു പണി തനിക്ക് അവനെ ശരിയാക്കി കൊടുക്കാമോ? അത് പ്രശ്നമുള്ള കാര്യമല്ല. നാളെ എന്നെ വന്നൊന്ന് കാണാൻ പറ. ഇത്ര വേഗം കാര്യം നടക്കുമെന്ന് ബോബി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. 1 ലാർജ് കൂടി കഴിച്ചിട്ടാണ് അയാൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. പുറത്ത് നല്ല തണുപ്പ്, റോഡിൽ മൂടൽ മഞ്ഞ്. മാർക്കറ്റിലെത്തിയപ്പോൾ കടകൾ മിക്കതും അടഞ്ഞു കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റി അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അവൻ വീട്ടിലേക്ക് പോയി കാണുമോ? മൊബൈലെടുത്ത് അയാൾ വീട്ടിലേക്ക് വിളിച്ചു.
ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ജെനി റിസീവർ എടുത്തില്ല. അറിയാതെ ഒരു ഭയം ബോബിയുടെ നട്ടെല്ലിനുള്ളിലൂടെ പാഞ്ഞുപോയി. അധ്യായം 3. ബോബി പെട്ടെന്ന് മൊബൈലെടുത്ത് വീട്ടിലെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിക്കുന്നതും കേട്ട് അയാൾ ജീപ്പിൽ തന്നെയിരുന്നു. തണുപ്പിൻ്റെ കാഠിന്യം കൂടുകയായിരുന്നു. ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ജെനി റിസീവർ എടുത്തില്ല. അയാളുടെ ഭയം ഇരട്ടിച്ചു. അവൾ തനിച്ചാണ് വീട്ടിൽ. രാത്രിയാണ്. അയാൾ വീണ്ടും വിളിച്ചു. ഹലോ. ബെല്ലടിച്ച് തീരാറായപ്പോൾ ജെനിയുടെ സ്വരം വന്നു. എടി, ഇത് ഞാനാ. എന്താ, അവിടെ നിന്ന് ഇറങ്ങാറായില്ലേ? ആൻ്റണിയുമായി കൂടിയാൽ പിന്നെ സമയം പോകുന്നത് ഇച്ചായൻ അറിയത്തേയില്ല. പരിഭവത്തിലാണ് അവൾ പറഞ്ഞതെങ്കിലും അത് കേട്ടപ്പോൾ ബോബിക്ക് ആശ്വാസമായി. ക്രിസ്റ്റി വന്നോ അവിടെ? അയാൾ ചോദിച്ചു. ഇച്ചായൻ്റെ കൂടല്ലേ അവൻ വന്നേ? അവൾക്ക് ചോദ്യം മനസ്സിലായില്ല. അതെ, പക്ഷെ അവൻ ആൻ്റണിയുടെ വീട്ടിലേക്ക് വന്നില്ല. മാർക്കറ്റിൽ ഇറങ്ങി. തിരിച്ചു വരുമ്പം അവിടെ നിൽക്കാമെന്നാ പറഞ്ഞത്. ആൻ്റണിയുടെ അവിടെ ഇരുന്നെല്ലാം സംസാരിച്ചിറങ്ങിയപ്പോൾ ലേറ്റായി. ഞാൻ വന്നപ്പോൾ മാർക്കറ്റിൽ അവനില്ല. ഇങ്ങോട്ട് വന്നില്ല. ചിലപ്പം അവൻ ലാസ്റ്റ് ബസ്സിൽ കയറി സ്ഥലം വിട്ട് കാണും. പക്ഷേ സാധനമൊന്നും എടുക്കാതെ അവൻ പോകുമോ? അത് നേരാ. മാർക്കറ്റിൽ കഞ്ചാവ് കിട്ടുന്ന കടയുണ്ടോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. കുപ്പുസ്വാമിയുടെ സിഗരറ്റ് കടയിൽ കഞ്ചാവ് കച്ചവടമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്ക്. കിറങ്ങി അവിടെ എങ്ങാനും വീണ് കിടക്കുമായിരിക്കും. പരിഹാസത്തോടെ അവൾ പറഞ്ഞു. ക്രിസ്റ്റി കഞ്ചാവ് അടിക്കുകയില്ലെന്ന് ബോബിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ജയിൽ ജീവിതം അവനെ. ശരി, ഞാൻ വന്നേക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ വണ്ടി മുമ്പോട്ടെടുത്തു. കുപ്പുസ്വാമിയുടെ കടയുടെ മുമ്പിൽ ചെന്നപ്പോൾ അത് അടച്ചു കഴിഞ്ഞിരുന്നു. മിക്ക കടകളും പൂട്ടിയിരുന്നു. ബോബി സാവധാനമാണ് ജീപ്പ് ഓടിച്ചത്. നല്ല തണുപ്പ്. കാർ എടുത്താൽ മതിയായിരുന്നു. ഇത്ര വൈകുമെന്ന് വിചാരിച്ചില്ല. റോഡിൽ നേർത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. വളവുകൾ തിരിഞ്ഞ് താഴേക്കിറങ്ങി ഒടുവിൽ വീട്ടുമുറ്റത്തേക്ക് ചെന്ന് ജീപ്പ് നിന്നു. വരാന്തയിലേക്ക് കയറുന്ന ഏറ്റവും മുകളിലത്തെ പടിയിൽ ക്രിസ്റ്റി ഇരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ബോബി കണ്ടു. കണ്ണുകളിലേക്കടിച്ച് ശക്തിയേറിയ പ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ വലത് കൈ ഉയർത്തി മുഖം മറച്ചു. എൻജിൻ ഓഫ് ചെയ്തിട്ട് ബോബി ജീപ്പിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. നിന്നെ കാണാഞ്ഞ് ഞാൻ അവിടെ ഒക്കെ നോക്കി. നീ ഇവിടെ വന്നിരിക്കുമായിരുന്നോ? ബോബി പടികൾ കയറി ചെന്നു. ഇച്ചായൻ പോയിട്ട് എത്ര നേരമായി? അവിടെ നിന്നും അടുത്തപ്പോൾ ഞാനിങ്ങ് പോന്നു. ക്രിസ്റ്റി എഴുന്നേറ്റു. ഈ തണുപ്പത്ത് ഇവിടെ ഇരിക്കാതെ നീ എന്താ ജെനിയെ വിളിക്കാത്തെ? ഇരയെ കിട്ടാതെ പട്ടിണി കിടക്കുന്ന മൃഗമല്ലേ ഞാൻ. എന്തിനാ വെറുതെ? പുച്ഛത്തോടെയുള്ള വാക്കുകൾ ബോബിയുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാടാ. അയാൾ കോളിംഗ് ബെല്ല് മുഴക്കി. ആരാ? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അകത്ത് നിന്ന് ജെനിയുടെ ചോദ്യം വന്നു. ഞാനാടി. അവൾ വാതിൽ തുറന്നു. ബോബിയോടൊപ്പം ക്രിസ്റ്റിയെ കണ്ട് അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി. ബോബിയുടെ പിന്നാലെ അവൻ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ജെനിയെ കണ്ട ഭാവം നടിക്കാതെ അവൻ നേരെ സ്റ്റെയർകേസ് കയറി. ക്രിസ്റ്റി, കഴിച്ചിട്ട് പോടാ, ബോബി വിളിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട. തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൻ മുകളിലേക്ക് അപ്രത്യക്ഷനായി. ബോബിക്ക് വിഷമമായി. അവൻ എന്തോ മനപ്രയാസമുണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ഈ രാത്രി അവൻ പട്ടിണി കിടക്കും. മുകളിലേക്ക് പോകാൻ തുടങ്ങിയ ബോബിയെ ജെനി കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു നിർത്തി. മനഃപൂർവ്വമാ ബോബി ചായ. നിർബന്ധിച്ചാലും അവൻ കഴിക്കത്തില്ല. ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് തിന്നാനാ അവൻ മാർക്കറ്റിൽ ഇറങ്ങി. അവൾ പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി. എന്നാലും വാ, നമുക്ക് കഴിക്കാം. അവൾ നിർബന്ധിച്ചപ്പോൾ ബോബി ഊണുമുറിയിലേക്ക് ചെന്നു. രാത്രിയിലും അയാൾക്ക് ചോറാണ് ഇഷ്ടം. കാസറോളിൽ നിന്ന് അവൾ ആവി പറക്കുന്ന ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി. ആൻ്റണി എന്നാ പറഞ്ഞു? ചോറിലേക്ക് മീൻകറി ഒഴിച്ചു കൊടുത്തുകൊണ്ട് അവൾ തിരക്കി. ക്രിസ്റ്റിക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാമെന്ന് അവൻ ഏറ്റിട്ടുണ്ട്. അവനത് വലിയ കാര്യമൊന്നുമല്ല. പണ്ടേ അവൻ നാട് വിട്ടു പോയതാണെന്നാ ഞാൻ ആൻ്റണിയോട് പറഞ്ഞേക്കുന്നേ. പള്ളിയിൽ വെച്ച് നീ സലോമിയെ കണ്ടാലും അങ്ങനെയേ പറയാവൂ. അത് കൊള്ളാം. അവൻ ജീവപര്യന്തം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ഞാൻ പറയുമോ? നമുക്ക് ഈ നാട്ടിൽ ഒരു വിലയും നിലയുമൊക്കെ ഇല്ലേ? ഊണ് കഴിഞ്ഞ് ബോബി ഒരു സിഗരറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു. അടുത്ത കാലത്തൊന്നും ഇത്രയും തണുപ്പ് വന്നിട്ടില്ല. സ്വെറ്റർ എടുത്ത് ധരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം അയാൾ ഓർത്തത്. ക്രിസ്റ്റിയുടെ മുറിയിൽ ബ്ലാങ്കറ്റോ സ്വെറ്ററോ ഷാളോ ഇല്ല. ഈ തണുപ്പത്ത് അവൻ വിറങ്ങലിച്ച് അയാൾ ബെഡ്റൂമിൽ ചെന്ന് ഒരു ബ്ലാങ്കറ്റും സ്വെറ്ററും എടുത്ത് സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് ചെന്നു. ക്രിസ്റ്റിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ക്രിസ്റ്റി, വാതിലിൽ മുട്ടി അയാൾ വിളിച്ചു. ഉടൻ തന്നെ കതക് തുറക്കപ്പെട്ടു. ഇത് തരാനാ ഞാൻ വന്നത്. ക്രിസ്റ്റി
അത് രണ്ടും കൈ നീട്ടി വാങ്ങി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന അർത്ഥത്തിൽ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാനിപ്പം എൻ്റെ കൂട്ടുകാരൻ ആൻ്റണിയെ കാണാനാ പോയത്. കോഴഞ്ചേരിക്കാരനാ. ഇവിടെ വന്നിട്ടിപ്പം 8-10 കൊല്ലമായി. അവന് ടോപ്പ് സ്റ്റേഷനിൽ ഒരു ഹോട്ടലും പിന്നെ വേറെ ചില കൃഷികളും ബിസിനസ്സുമൊക്കെയുണ്ട്. ഇതൊക്കെ തന്നോട് എന്തിനാണ് ബോബിച്ചായൻ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. നിന്റെ കാര്യം ഞാൻ അവനോട് സംസാരിച്ചു. നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്നാ അവൻ പറഞ്ഞത്. നാളെ രാവിലെ നീ ചെന്ന് ആൻ്റണിയെ ഒന്ന് കാണണം. ഞാൻ പോകുന്നില്ല, പെട്ടെന്ന് ക്രിസ്റ്റി പറഞ്ഞു. അതെന്താ? ഞെട്ടലോടെ ബോബി ചോദിച്ചു. ഞാനിവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ചാ വന്നത്. എനിക്കതാ ഇഷ്ടം. കൃഷി വലിയ നഷ്ടമാടാ. കിട്ടുന്ന വിലയ്ക്ക് എല്ലാം കൊടുത്തിട്ട് പോകണമെന്ന് പലവട്ടം വിചാരിച്ചതാ. പിന്നെ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. ക്രിസ്റ്റി ഒന്നും മിണ്ടിയില്ല. ആൻ്റണി നല്ലവനാ. നീ പണ്ടേ നാട് വിട്ടു പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നെന്നാ ഞാൻ ആൻ്റണിയോട് പറഞ്ഞേക്കുന്നേ. അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഇച്ചായ, നീ നാളെ തന്നെ അവനെ ചെന്ന് കാണണം. ഒഴിവു കഴിവൊന്നും പറയണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ. അതോ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനോ? അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ബോബി ചൂളി നിന്നു. ഇച്ചായൻ വിഷമിക്കേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. പോയി കിടന്നു. ഗുഡ് നൈറ്റ്. ക്രിസ്റ്റി പുഞ്ചിരിച്ചു. ബോബിക്ക് ആശ്വാസമായി. അയാൾ താഴെ വന്നപ്പോഴേക്ക് ജെനി അടുക്കള ജോലികൾ തീർത്തു കഴിഞ്ഞിരുന്നു. നാളെ അവൻ ആൻ്റണിയെ കാണാൻ പോകും. പോയാൽ കൊള്ളാം. അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. വാ കിടക്കാം, അയാൾ പറഞ്ഞു. ബോബി കമ്പിളി പുതപ്പിനുള്ളിലേക്ക് കയറി. മുടി ചീകി കെട്ടിക്കൊണ്ട് നിന്ന ജെനിയെ തന്നെ നോക്കി അയാൾ കിടന്നു. നൈറ്റിയാണ് അവൾ ധരിച്ചിരുന്നത്. തണുപ്പിനെ അകറ്റി നിർത്താൻ ഉള്ളിൽ പൈജാമയും ധരിച്ചിരുന്നു. അത് സാരമില്ല. അവൾ വന്ന് പുതപ്പിനുള്ളിലേക്ക് കയറി അയാളുടെ അടുത്ത് കിടന്നു. ബോബി അവളെ ചേർത്ത് പിടിച്ചു. അവൻ മുകളിലുള്ളപ്പം എനിക്കെന്തോ സന്തോഷിക്കാൻ പറ്റുന്നില്ല ബോബിച്ചായ. അയാൾ മെല്ലെ പിൻവാങ്ങി. ജെനിക്ക് പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റിയെ എങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്നതായിരുന്നു അവളുടെ ചിന്ത. ആൻ്റണി സഹായിച്ചാൽ രക്ഷപ്പെട്ടു. എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ അവൾ ഒരു ദുസ്വപ്നം കണ്ടു. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് വാതകം ചോരുന്നു. അത് അടുക്കളയിൽ നിന്ന് ഊണുമുറിയിലേക്കും അവിടെ നിന്ന് ബെഡ്റൂമിലേക്കും വ്യാപിക്കുന്നു. അതറിയാതെ ബോബി സിഗരറ്റ് ലൈറ്റർ കത്തിക്കുന്നു. വൻ സ്ഫോടനത്തോടെ വീടിന് തീപിടിക്കുന്നു. ഞെട്ടലോടെ അവൾ ഉണർന്നു. തുളച്ചു കയറുന്ന തണുപ്പിലും അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ ലോക്ക് ചെയ്യാൻ മറന്നോ? ജെനി എഴുന്നേറ്റ് ലൈറ്റിട്ടു. അവൾ ഒന്ന് കാതോർത്തു. അകലെ കാട്ടുപക്ഷികളുടെ കരച്ചിലല്ലാതെ ഒരു ശബ്ദവും കേൾക്കാനില്ല. ക്ലോക്കിൽ മണി 12:30. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അവൾ കിച്ചണിലേക്ക് ചെന്നു. ഗ്യാസിൻ്റെ മണം അന്തരീക്ഷത്തിലില്ല. അവൾ ലൈറ്റിട്ട് സിലിണ്ടർ പരിശോധിച്ചു. പതിവ് പോലെ അത് ലോക്ക് ചെയ്തിട്ടാണ് കിടക്കാൻ പോയത്. ആരോ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പെട്ടെന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിൽ ക്രിസ്റ്റി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മരവിച്ചൊരു പ്രതിമയെപ്പോലെ ജെനി നിന്നു. അവനൊന്ന് പുഞ്ചിരിച്ചു. പേടിക്കണ്ട ബോബിച്ചായൻ, നല്ല ഉറക്കമാ. ഇച്ചായൻ്റെ ഉറക്കത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കൊണ്ട് ചിന്നിട്ടാലും ഉണരത്തില്ല. ഗാഠനിദ്ര എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമാണ്. ജെനി ഭീതി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കൈയൊന്നു നീട്ടിയാൽ അവന് തന്നെ തൊടാം, വലിച്ചെടുപ്പിക്കാം, എന്ത് ചെയ്യാം. അവളുടെ കാൽമുട്ടുകളെ ഒരു വിറയൽ ബാധിച്ചു. തൊണ്ട ഉണങ്ങി വരണ്ടു. ഉച്ചത്തിൽ വിളിച്ചു കൂവിയാലും ഇനി ശബ്ദം പുറത്തേക്ക് വരില്ല. ഞാനിവിടെ വന്ന നിമിഷം തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണ്, പുച്ഛമാണ്. ഒരു നികൃഷ്ട ജീവിയെപ്പോലെ നിങ്ങൾ എന്നെ നോക്കുന്നു. പക്ഷേ എനിക്ക് പരാതിയില്ല. കാരണം ഞാനതൊക്കെ അർഹിക്കുന്നു. എന്തിനുള്ള പുറപ്പാടാണിവൻ? വാതിൽക്കലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഓടി രക്ഷപ്പെടരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവൻ. പക്ഷേ നിങ്ങൾ എൻ്റെ ബോബിച്ചായൻ്റെ വൈഫാണ്. ഞാൻ ജെനി ചേച്ചി എന്ന് വിളിക്കാൻ ആഗ്രഹിച്ച എൻ്റെ ചേട്ടത്തി. ആ ഒരു സ്നേഹത്തോടും ബഹുമാനത്തോടെയുമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അങ്ങനെയേ കാണൂ. അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇത്രയും തണുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കുറച്ച് ചൂട് കാപ്പി ഉണ്ടാക്കാൻ വന്നതാണ്. പൊയ്ക്കോളൂ. ക്രിസ്റ്റി വാതിലിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നു. ജെനി അപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് രക്ഷപ്പെട്ടു. പാവം, അവൻ പുഞ്ചിരിച്ചു. മുറ്റത്ത് നീളത്തിൽ വലിച്ചു കെട്ടിയ അയയിൽ കഴുകിയെടുത്ത തുണികൾ തോരാനിടുകയായിരുന്നു സലോമി. ഓരോ ചലനത്തിലും ഊർജം തുളുമ്പുന്ന 30-കാരിയായിരുന്നു സലോമി. സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം.
വെള്ളം തെറിച്ച് നനയാതിരിക്കാനായി അവൾ സാരിയും പാവാടയും മുട്ടുവരെ ഉയർത്തി അരയിൽ കുത്തിയിരുന്നു. മുടി അലസമായി വാരിച്ചുറ്റി കെട്ടിവെച്ചിരുന്നു. അയയിൽ തുണി വിരിച്ചിടുമ്പോഴാണ് അവൾ പിന്നിലൊരു മുരടനക്കം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല ജീൻസും വെള്ള ഷർട്ടും ധരിച്ച സുമുഖനായ ഒരു യുവാവ് നിൽക്കുന്നു. ആരാ? അവൾ കൗതുകത്തോടെ അവനെ നോക്കി. എൻ്റെ പേര് ക്രിസ്റ്റി. ബോബിച്ചായൻ പറഞ്ഞിട്ട് വന്നതാ. ഇത് ആൻ്റണി ചേട്ടൻ്റെ? അതെ അതെ, വിസ്മയത്തോടെ അവൾ പറഞ്ഞു. തൻ്റെ വടിവൊത്ത വെളുത്ത കണങ്കാലുകൾ അവൻ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സലോമി പെട്ടെന്ന് സാരി തുമ്പ് അരയിൽ നിന്ന് എടുത്തുവിട്ടു. ക്രിസ്റ്റി വാ. ബാക്കിയുള്ള തുണികൾ ബക്കറ്റിൽ ഉപേക്ഷിച്ചിട്ട് അവൾ മുൻവാതിൽ വഴി വീട്ടിലേക്ക് കയറി. കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച വലിയ ഒറ്റ നില വീടായിരുന്നു അത്. ധാരാളം കള്ളികളുള്ള ചില്ല് ജനാലകൾ വീടിന് ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. വരാന്തയ്ക്ക് കറുത്ത കൈവരി. ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അവൻ വരാന്തയിലേക്ക് കയറി. ഗ്രാനൈറ്റ് പാകിയ തറയിൽ മുഖം കാണാം. എന്താ മടിച്ചു നിന്നെ? കേറി വാ ക്രിസ്റ്റി, അവൾ പതിഞ്ഞ സ്വരത്തിൽ ക്ഷണിച്ചു. മനോഹരമായി ഫർണിഷ് ചെയ്ത ഡ്രോയിങ് റൂമിലേക്ക് അവൻ കയറി. കൂറ്റൻ സെറ്റുകൾ, സോഫ, വലിയ TV. ഇരിക്കെ ക്രിസ്റ്റി. നനഞ്ഞ വിരലുകൾ സാരി തുമ്പുകൊണ്ട് തുടച്ചിട്ട് അവൾ പറഞ്ഞു. ക്രിസ്റ്റി എന്നാ വന്നേ? ഇന്നലെ. അവൾക്ക് അഭിമുഖമായി അവൻ സിറ്റിയിലിരുന്നു. ഇതുവരെ എവിടെയായിരുന്നു? ഒരു പരിഭവം പോലെയാണ് അവൾ ചോദിച്ചത്. ഞാൻ മനസ്സിലായി, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇന്നലെ ബോബി പറഞ്ഞായിരുന്നു ക്രിസ്റ്റിയുടെ കാര്യം. കുറേ നാൾ മുമ്പ് വീട് വിട്ടു പോയെന്ന്. അവൻ മിണ്ടിയില്ല. എൻ്റെ പേര് സലോമീന, ആൻ്റണിയുടെ വൈഫാ. ഇപ്പം ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ. മോൾ സ്കൂളിൽ പോയി. പുള്ളി രാവിലെ ഫാമിലേക്ക് പോയതാ. ഇപ്പം വരും. കൃഷിയുണ്ടോ? താല്പര്യത്തോടെ അവൻ ചോദിച്ചു. 4-5 ഏക്കർ. ക്യാബേജും കോളിഫ്ലവറുമാ കൂടുതൽ. എനിക്കിഷ്ടമാ കൃഷി. എന്നാൽ വേറെ ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ കൂടിക്കോ, നല്ല രസമായിരിക്കും. അവൻ നന്ദിപൂർവ്വം അവളെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവളുടെ ബ്ലൗസിനുള്ളിൽ മാറിടങ്ങളൊന്ന് ത്രസിച്ചു. ശരിയേ ചേച്ചി, എനിക്ക് ഈ തണുപ്പും ഈ മലകളും ഈ താഴ്വരകളും ഈ ആകാശവും ഈ വനവും ഒക്കെ ഒത്തിരി പിടിച്ചു, അവൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു. അപ്പോഴാണ് ആൻ്റണിയുടെ സ്കോർപിയോ മുറ്റത്തേക്ക് വന്നു നിന്നത്. പുള്ളിക്കാരൻ വന്നു, സലോമി പറഞ്ഞു. ആൻ്റണി പുറത്തുനിന്ന് മുറിയിലേക്ക് കയറി വന്നു. ക്രിസ്റ്റി പ്രതീക്ഷിച്ച രൂപമല്ലായിരുന്നു ആൻ്റണിയുടേത്. കറുത്ത് തടിച്ച് വയറ് ചാടിയ ഒരു മധ്യവയസ്കൻ, പറ്റിയ വെട്ടിയ മുടി, ക്ലീൻ ഷേവ്. അയാളെ കണ്ട് ക്രിസ്റ്റി എഴുന്നേറ്റു. നമ്മുടെ ബോബിയുടെ അനിയനാ ക്രിസ്റ്റി, സലോമി പരിചയപ്പെടുത്തി. ഇരിയടോ, താൻ വന്നിട്ടുണ്ടെന്ന് ബോബി പറഞ്ഞായിരുന്നു. തനിക്ക് പറ്റിയ ഒരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റിക്ക് കാപ്പി ഉണ്ടാക്കാൻ സലോമി അടുക്കളയിലേക്ക് പോയി. കള്ളനായി ബോബി. ഇത്ര സുന്ദരനായ ഒരനിയനുണ്ടെന്ന് ഇതേവരെ പറഞ്ഞില്ലല്ലോ. ക്രിസ്റ്റിയുടെ എതിരെയുള്ള സെറ്റിയിൽ ആൻ്റണി ഇരുന്നു. അടിമാലിയിൽ എൻ്റെ ഒരു ഉപ്പാപ്പൻ ടയർ റീത്രെഡിംഗ് കമ്പനി നടത്തുക. ക്രിസ്റ്റിക്ക് ഞാനവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ട്. പറ്റിയാൽ നാളെ തന്നെ ക്രിസ്റ്റിയെ വിടാനാ ഉപ്പാപ്പൻ പറഞ്ഞത്. ക്രിസ്റ്റി മുഖം കുനിച്ചിരുന്നു. സലോമി കാപ്പി കൊണ്ടുവന്ന് അവന് കൊടുത്തു. ബോബി പറയുന്നതിലും കാര്യമുണ്ട് ക്രിസ്റ്റി. കൃഷിയൊക്കെ വലിയ നഷ്ടമാ. അവസാനം കണക്ക് നോക്കുമ്പോൾ കടമേ ബാക്കിയുള്ളൂ. എനിക്കൊരു ഹോട്ടൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. കാപ്പി കുടിച്ചിട്ട് ക്രിസ്റ്റി എഴുന്നേറ്റു. വിവരം ഇന്ന് തന്നെ അറിയിക്കണേ. ഉവ്. അവൻ കൂടുതലൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. ടയർ കമ്പനിയിലെ ജോലി അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു, ആൻ്റണി പറഞ്ഞു. അവനത് ശരിയാകുകയല്ല ആൻ്റപ്പ. നല്ലൊരു കൊച്ചൻ. ടയറിൻ്റെ കരിയും പുകയുമേറ്റ് അവൻ കരുവാളിച്ചു പോകും. അവനെ നമ്മുടെ ഹോട്ടലിനെ മാനേജരാക്കിയാൽ എന്താ? സിബിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? സലോമി മറ്റൊരു നിർദ്ദേശം വെച്ചു. ആൻ്റണി ഒന്ന് ആലോചിച്ചു. ശരിയാ, ഇപ്പോഴത്തെ മാനേജർ രജിസ്റ്ററിൽ എഴുതാതെ ടൂറിസ്റ്റുകൾക്ക് റൂം കൊടുത്ത് കാശ് വെട്ടിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. വരട്ടെ, നോക്കാം. എന്തിനാ അവനെ അടിമാലിക്ക് വിടുന്നേ? അവൻ ഇവിടെയൊക്കെ തന്നെ നിന്നോട്ടെ, സലോമി ആശിച്ചു. അന്ന് ഉച്ചയ്ക്ക് മാട്ടുപെട്ടിയിൽ പോയിട്ട് മടങ്ങുമ്പോൾ ഡാമിനടുത്ത് വെച്ച് ഒരു മധ്യവയസ്കൻ ആൻ്റണിയുടെ വണ്ടിക്ക് കൈകാട്ടി. കറുത്ത പാൻസും മഞ്ഞ ചെക്ക് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. ചുമലിൽ എയർ ബാഗ് തൂക്കിയിരുന്നു. ആൻ്റണി വണ്ടി നിർത്തി. വട്ടവടയ്ക്കാണോ? അയാൾ ചോദിച്ചു. അതെ. 10-20 കിലോമീറ്റർ ബോറടിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് ആൻ്റണി കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അയാൾ വണ്ടിയിൽ കയറിയിരുന്നു. വലിയ ഉപകാരം സാറേ. ഇവിടെ വരെ വന്നപ്പോഴേക്ക് ബസ്സിൻ്റെ ആക്സിൽ ഒടിഞ്ഞു. ഇനി അടുത്ത വണ്ടി എപ്പം വരുമെന്ന് അറിയത്തില്ലല്ലോ.
വട്ടവടയിൽ എവിടെ പോവുക? കാർ മുന്നോട്ടെടുത്തുകൊണ്ട് ആന്റണി ചോദിച്ചു. ക്രിസ്റ്റിയെ കാണാൻ പോവുക സാറേ, അയാൾ പറഞ്ഞു. ഏത് ക്രിസ്റ്റി? ബോബിയുടെ അനിയൻ്റെ കാര്യമാണോ അയാൾ പറയുന്നതെന്ന് ആന്റണി സംശയിച്ചു. അവൻ്റെ ചേട്ടൻ വട്ടവടിയിലാ താമസം. ക്രിസ്റ്റി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജീവപര്യന്തം കഴിഞ്ഞയാഴ്ച ഇറങ്ങി. ഞാനും അവിടെ ഉണ്ടായിരുന്നു. എന്നെ ഇന്നലെയാണ് റിലീസ് ചെയ്തത്. ആന്റണി തല തിരിച്ച് അയാളെ തുറച്ചു നോക്കി. അടുത്ത ഭാഗം നാളെ.